ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ നമ്മളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിറച്ച് ചെടികളാട്ടോ. ഇവർക്കാണെങ്കിൽ ഭയങ്കര ചെടിപ്രിയമാണ്. വീട് മൊത്തം ചെടി വെച്ചേക്കാം കേട്ടോ. അവിടെ മേലെയാണെങ്കിൽ പോമഗ്രാനേറ്റും കടച്ചക്കയും പല ടൈപ്പിലെ സംഭവങ്ങളൊക്കെ ഏറ്റവും ടെറസിൻ്റെ മേലൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊണ്ണുഭാവിക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടമായിട്ട് തുള്ളിച്ചാടലും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ വലിയ ചാമ്പ ഉണ്ടല്ലോ, ആപ്പിള് പോലത്തെ ചാമ്പയും കാര്യങ്ങളും അതൊക്കെ. ആപ്പിള് ചാമ്പല്ലേ ഇത്? അതൊക്കെ കേട്ടോ. പിന്നെ എന്താ പോമഗ്രാനേറ്റ് ആണോ? എവിടെ ഇത്? ഇവിടെ ഓരോ സാധനങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ എവിടെ അമ്പഴങ്ങ? അയ്യോ ആ നോക്ക്, അമ്പഴങ്ങ കേട്ടോ. പിന്നെ കുരുമുന സത്യം നോണ പറയണമെന്ന് തോന്നുന്നു. ഓൾറെഡി മധുരമുള്ളത് എന്ത് നോക്കിയേ, സാധാരണ പുളിയല്ല തുടച്ചിട്ടാ മധുരമുള്ള അമ്പഴങ്ങ. അമ്മ ആദ്യം കഴിക്കാം. അമ്മയുടെ എക്സ്പ്രഷൻ നോക്കാം. അമ്മ കേട്ടാ മധുരമുള്ളതാണ്. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടറിയുന്നോണേ അല്ല പറഞ്ഞേ. ഇന്ന് ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. ഞാൻ കഴിച്ചോക്കാം. അമ്മ നോണ്ടാ പറയുന്ന മധുരൊന്നും ഇല്ലാട്ടോ. അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ് നിങ്ങള്? ഭയങ്കര പുളിയാണ്. അത്ര പുളിയൊന്നുമില്ല. മധുരമുള്ളതൊന്നുമല്ല കേട്ടോ. നോണച്ചമ്മ മധുരമുള്ളതൊന്നുമല്ല. അപ്പൊ ഇത് ഇവിടെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്ക് കുഞ്ഞ് തക്കാളി ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നൊരു ഇതുപോലെ കുട്ടി കുട്ടി തക്കാളി കണ്ട കുട്ടി കുട്ടി തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാണ് കാണുമ്പോൾ എന്ത് സന്തോഷല്ലേ. അപ്പൊ അത് നമ്മളിനി വേറൊരു പറമ്പിക്ക് പോവാ കേട്ടോ. പൊണ്ണുബി ഇവിടെ തുള്ളിച്ചാടലും ഇതൊക്കെയാണ്. അപ്പൊ വെറൈറ്റി ഇവര് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ പറയണേ. ഇനിയിപ്പോ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എനിക്ക് കുറച്ച് വയസ്സൊക്കെ ആവുമ്പോൾ എനിക്കിങ്ങനെ കുറേ പറമ്പില് കൃഷി ചെയ്യാൻ എനിക്ക് സത്യം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൃഷി ചെയ്യാനൊക്കെ. അമ്പഴങ്ങ പൊട്ടിക്കാൻ പോട്ടെ ഞാൻ. അടിയിൽ അവിടെ ഇരിക്കണ്ടതാ. അവിടെ ചാഞ്ഞിക്കണൊരു കൊല എടുത്തു. അപ്പൊ അമ്മോ ആ ഒരു കൊല മതി നമുക്ക്. നമുക്കൊരു കൊലയാട്ടോ നമ്മൾ പൊട്ടിക്കണേ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണോ പൊട്ടിക്കുക? എനിക്കറിയില്ലേ പൊട്ടിക്കാൻ. വലിച്ചു പൊട്ടിക്കടി. അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടിക്ക്. കൊഴിഞ്ഞു വീണെടുത്തോ. അപ്പൊ നമുക്ക് അച്ചറയിലൊന്നല്ലേ ബിനീഷേ? കിട്ടി. ഇത്ര മതി. വാ പൊണ്ണുഭാബിനായിട്ട് കൊടുക്ക്. കർഷകനായിട്ട് നമ്മുടെ പൊണ്ണുഭാബി കേട്ടോ. കൊക്കോ കണ്ടോ? കൊക്കോ ചെടി ഇവിടെ ഞാൻ പണ്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ട് കൊക്കോ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പഴുത്ത കൊക്കോ കണ്ടോ? പിന്നെ ഇതൊക്കെ അവർ പണ്ട് കഴിക്കാറില്ലാന്ന് പറഞ്ഞ എന്തിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. സുന്ദർ പൊണ്ണും മച്ചാച്ചനും വരുന്നുണ്ട്. സുന്ദർ പൊണ്ണു ഓ കശുമാങ്ങ നല്ല പഴുത്ത. അതെനിക്ക് വേണം ഈ കശുമാങ്ങ. പഴുത്ത കശുമാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവര് നടക്കാണ്. അപ്പം ഞാനിപ്പോൾ ചൂടുള്ളതുകൊണ്ട് എൻ്റെ എപ്പോഴും ഹെയർ സ്റ്റൈൽ ഇപ്പോൾ പോണിട്ടേല കേട്ടോ. അതാണ് നമുക്ക് കംഫർട്ടബിൾ. രണ്ടെണ്ണത്തെ ഉത്തരാക്ഷയായിട്ട് വരുന്നുണ്ട്. ഇതാണ് പറമ്പ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇളം വെയിൽ കൊള്ളാൻ പോട്ടെ ജീവിതത്തിൽ. ഇന്നേ വരെ കുറേ നാളായിട്ട് ഞാൻ ഇളം വെയിലൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചൊന്ന് കൊള്ളാം. എനിക്കറിയില്ല ഇളം വെയിൽ കൊണ്ടതിന് പ്രശ്നമാവുമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും നമുക്ക് പോവാം. എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇത്തിരി നടക്കാനുള്ളൂ. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇത്തിരി നടക്കാനുള്ളൂ. എത്തി. അപ്പൊ ബിനീഷേട്ടൻ കാട്ടിത്തരാണ് പ്രിയൂര് മാങ്ങ കേട്ടോ. അത് പഴുത്തിട്ടൊന്നുമില്ല. പിന്നെ ചക്കയല്ല പ്ലാവ്,
ഇത് നമ്മുടെ ഇതാട്ടോ സപ്പോട്ട. ഇതെന്തോ നാരങ്ങ തോന്നുന്നത്. നാരങ്ങയുടെ ഇല കണ്ടേക്കറിയാം കേട്ടോ. ഈ പേരയ്ക്ക, റംബൂട്ടാൻ വെച്ചിട്ടുണ്ടോ? റംബൂട്ടാൻ, ചാമ്പ. ഓ ഇത് നോക്ക്, നമുക്ക് നാരങ്ങ ഉണ്ടായ നോക്ക്. ഇങ്ങനെ കണ്ടോ പേരയ്ക്ക് പോലെ അല്ലേ? നല്ല രസമുണ്ട് കണ്ട. കുറേ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്, അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നാരങ്ങ കേട്ടോ കണ്ടോ. പിന്നെ ഇത് കൊള്ളി. പപ്പായ ഇവിടെ. പിന്നെ ഇവിടെ എന്തോ വള്ളിച്ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ആ പയറ്, കുട്ടി കുട്ടി പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. ആ പയറ് കണ്ട, കുഞ്ഞു കുഞ്ഞു ഓ പേരയ്ക്ക. ഓ ഓ ആണോ? നോക്ക് പേരയ്ക്ക. അയ്യോ നോക്കൊക്കെ ഏറ്റവും സന്തോഷമായത് ഇവിടെ വന്നിട്ട്. നോക്ക് ചക്ക വീഡിയോയിൽ എത്ര വലിപ്പം തോന്നില്ലേ ഹാർവെസ്റ്റ് ചെയ്ത. നോക്ക് ഇതാണ്. അയ്യോ മുഖം ക്ലിയർ അല്ല. ഇതാണ് ആ കർഷകൻ. ഇതൊക്കെ നോക്ക് കണ്ടോ. ആളുടെ അച്ഛനും മമ്മിയും ഒക്കെ ഭയങ്കര ആളും ഹെൽപ്പ് ചെയ്യാറുണ്ടോ. ബിനിഷേട്ടനാണ് ഞങ്ങളുടെ ചങ്ക്. ഇത് പയറാട്ടോ. മതി കുട്ടി പ്ലാവുമ്പോ ചക്ക നമ്മുടെ അവിടെ ഉണ്ടായ പോലെ തന്നെ കേട്ടോ ചക്ക. ആ ഇതൊക്കെ വാഴ കേട്ടോ ഇതൊക്കെ. പിന്നെ അവിടെ ഒരു പൂച്ചാനെ ഒരു വളർത്തുന്നുണ്ട് മേൽനോട്ടത്തിന്. ആ ഇതല്ലേ ഞാൻ എന്താ വാഴക്കൊല. നിങ്ങക്ക് മറന്നുപോയി ഞാൻ എന്നിട്ട് വാഴക്കൊല നോക്കെ. വാഴക്കൊല. ഇത് റോബസ്റ്റ് പഴാണോ? ഇതിപ്പോഴാട്ടെ കാണാം. അതാട്ടെ റോബസ്റ്റ്. ഞാൻ ഇപ്പോഴാണ് ഓരോ ശ്രദ്ധിച്ച് കാണണേ. ഇത് പൂവാൻ പഴാന്ന് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കായ്ച്ചതുണ്ടോ ബിനിഷേട്ടാ? ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കായ്ച്ചിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഇവര് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തു. പിന്നെ ഇതിന്റെ നോക്കിയ കരിഞ്ഞ പോലെ. കരിഞ്ഞതല്ല കേട്ടോ, അതിന്റെ കളർ അങ്ങനെയാണ്. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. പിന്നെ പിന്നെ ആപ്പിൾ ചാമ്പയാണോ അത്? പനിനീർ ചാമ്പയാ തോന്നുന്നു കേട്ടോ. ഇത് കണ്ട. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവും. പയറല്ല അമ്മ സൂക്ഷിച്ച് നടക്കും. പയറൊക്കെ ഓരോരുത്തർ നട്ട് വെച്ചിട്ടുണ്ട് കണ്ട. പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ നമുക്ക് ഒരു ഗുണ്ടപ്പൻ പേരൊക്കെ കിട്ടി. പറഞ്ഞ് എനിക്കത് ആ സാധനം ഇഷ്ടമല്ല. ഇത് നെല്ലിക്കയുടെ മരാട്ടോ. നെല്ലിമരം കണ്ടോ കുഞ്ഞ്. ഓ കണ്ട. ആ മാങ്ങ കണ്ട. മാങ്ങയൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കാണണതല്ലേ. നോക്കടാ എന്നൊക്കെ പൊണ്ണു അച്ചാച്ചനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അയ്യോ അങ്ങനെ. പിന്നെ ഇത് ആലില പോലെ തോന്നുന്നത് ഫിഗാട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇവിടൊക്കെ കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷം കേട്ടോ. ഓ പിന്നെ അവിടെ ഇത് നമ്മുടെ അല്ല. ഇവിടെ കണ്ടോ ചക്ക പോലെ കശുമാങ്ങ ഉണ്ടായിരുന്നുണ്ടോ. ഇതൊക്കെ ആട്ടോ. പൊണ്ണോ പൊണ്ണോ ഇങ്ങ് വാ പൊണ്ണോ. വാടോ. അച്ചാച്ച മാങ്ങ ഇതാക്കാൻ പോയതാ. അച്ഛനപ്പൊ ചക്ക തിന്നാൻ അല്ല ചക്കയല്ല മാങ്ങ തിന്നാൻ വേണ്ടിട്ട്. പൊണ്ണൂനെ എന്തൊക്കെ അടിച്ചു. എന്റെ പൊണ്ണൂനെ ആരെ ദ്രോഹിച്ച്. ബാ. അപ്പൊ അച്ഛൻ്റെ മാങ്ങ കേട്ടാ. ചുണങ്ങ് ഇല്ലാത്തതാണോ? അമ്പലങ്ങനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടോ?
അതെ നമ്മുടെ വീട്ടിൽ നിറച്ച് വീഡിയോ എടുക്കണോ? മാങ്ങ കഴിക്കുക. അപ്പൊ എല്ലാവരും മാങ്ങ കഴിക്കണം. പിറ്റൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പോവാട്ടോ നമ്മള്. കോമൺ ആയിട്ടുള്ള ജാതിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ജാതി എന്താ മനസ്സിലായ? കുരുമുളക് കേട്ടോ. ബ്ലാക്ക് ഗോൾഡ് കുരുമുളക് ഉണക്കാട്ടൊക്കെയാണ്. എന്നെ കറുത്ത് ഇതുപോലെ ഉണങ്ങി കിട്ടണം കേട്ടോ. എന്നാ ചാച്ചൻ്റെ മാങ്ങ എടുത്തിട്ട് തീറ്റ കേട്ടോ. പൊണ്ണു വാച്ചരിപ്പൂരോ മാങ്ങ തന്നെയാണോ പൊണ്ണു ഭാബി? ആ ചാച്ചൻ്റെ വേണം പറഞ്ഞിട്ട് ഞാൻ വേച്ചില്ലാൻ കഴിക്കുന്നു കേട്ടോ. വേണം എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന കേട്ടോ പൊണ്ണു. അപ്പൊ പണ്ട് ഞാൻ ഭാവിയൊക്കെ ഉള്ളപ്പോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാ ഓരോ ഐറ്റംസ് നമുക്ക് കഴിക്കാം കേട്ടോ. ഞാൻ മുന്നേ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഡേ ഇൻ മൈ ലൈഫില് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചക്ക വറുത്തത് തന്നെ പോകണം. ചക്ക വറുത്ത ഫുള്ള് തട്ടി കൊടുക്കുമ്പോൾ അപ്പൊ ഇനി മേലെയാണ് ബാക്കിയുള്ള പൂങ്കാവലും കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഏത് വഴിയാണോ പോണ്ടേ? നിങ്ങളെവിടെയോ? ഇത് കടച്ചക്ക കേട്ടത്. ഓ ഗായ്സ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കാണാൻ പോമഗ്രാനൈറ്റ്. ദേ ഇവിടെ അയ്യോ അതവിടെ ഇടയ്ക്ക് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് പോമഗ്രാനൈറ്റ് ഉണ്ടായത് കണ്ടോ. നമുക്കിതുപോലെ പേരയ്ക്ക ഉണ്ടായിരുന്നു. ഡ്രമ്മിലാട്ടോ അവർ വെച്ചാണ്. നമുക്കിതുപോലെ ഇങ്ങനെ മേലൊക്കെ വെക്കാം കേട്ടോ. പച്ചമുളക് നോക്ക്. ആ ഇത് നോക്ക്, ചാമ്പ തുരുതുര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാവലാണത്, വൈറ്റ് ഞാവൽ പഴവും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? വെള്ള കളർ ഞാവൽപ്പഴം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നോക്കി പച്ചമുളക് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്. ഇന്നൊരു കതച്ച് അവിടെ നിന്ന് കയറി വന്നിപ്പിക്കും. ഇവിടെ അതേ നെല്ലിക്ക, ഇവിടെ ഇല്ലാത്തത് പേരയ്ക്ക, നാരങ്ങൊക്കെ വീണു കേട്ടോ പഴുത്തിട്ടത്. പിന്നെ മുളക്, തക്കാളി കണ്ട. പിന്നെ ഇത് പച്ചമുളകൊക്കെ കേട്ടോ. ഇനി ഫ്രണ്ട് ഭാഗത്ത് വേറെയും കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സപ്പോട്ട കേട്ടോ, സപ്പോട്ട. അങ്ങനെ കുറേ വെറൈറ്റി, മാങ്ങ, പല വെറൈറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അവിടെ. വയ്യാണ്ട് എനിക്ക് വീഡിയോ എടുത്തു. മീൻസ് കിതയ്ക്ക ഒന്ന് കയറി വന്നപ്പിക്കും. അപ്പോൾ നല്ല സന്തോഷമല്ലേ നമുക്കിതൊക്കെ കാണുമ്പോൾ. നമ്മുടെ വീട്ടിലേ ഉണ്ടായില്ലെങ്കിലും നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണെങ്കിലും സന്തോഷമാണ് ഉണ്ടായത് കാണുമ്പോൾ. അപ്പോൾ അമ്മ ദേ പൊട്ടിക്കാട്ടോ. ഇതോ കടച്ചക്ക ഇടാട്ടോ. ദേ അമ്മയുടെ വക കായിക അഭ്യാസമാണ്. അയ്യോ എനിക്ക് അമ്മ പൊട്ടിച്ചേരി ഞാൻ കാട്ടി തരാട്ടോ ഗൈസ്. എനിക്ക് ഷൂട്ട് ചെയ്യാനെടുക്കാൻ വയ്യ. ഇങ്ങനെ വേറെ എന്തൊക്കെയോ ഇതാക്കുന്നുണ്ട്. അമ്മ ഇനി അത് പൊട്ടിച്ചിട്ട് പറ്റാണേ പൊട്ടിച്ചാ മതി അമ്മ. ഇരുട്ടായിട്ടാണ് നിങ്ങക്ക് കാണാത്. വയലറ്റ് കളറിലെ പേരയ്ക്കാണ് കേട്ടോ പറഞ്ഞ. പൊണ്ണു ഇത് ഇവിടെ വ്ളോഗ് എടുക്കാണ്. പൊണ്ണു ഓരോന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ട ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പൊണ്ണുണ്ണോ പൊണ്ണു പറയണ. എന്താ പൊണ്ണു ഇതെന്താ പൊണ്ണു നമുക്ക് കയറി ഇരിക്കാട്ടോ. ഇതാ കുറച്ച് നേരത്തെ മുന്നേ ഇത് ദേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാട്ടി തരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നോക്ക് പറഞ്ഞിട്ട് അതെ ബിനീഷായിരുന്നു കേട്ടോ പൊട്ടിച്ചാൽ. നമുക്ക് പറ്റിയില്ല. കടച്ചക്കാട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങക്ക്.
ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പോസ് ചെയ്യണത് എല്ലാവരും പോസ് ചെയ്യാണ് ക്യാമറയിലേക്ക്. ഹായ്. സിൽവർ കളറിലാണ് നെറ്റിപ്പട്ടാട്ടോ. എന്ത് രസാലെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഗോൾഡൻ കളറിലാണ്. പിന്നെ അവരുടെ വീട്ടിലത് ഗോൾഡ് റീഡിങ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ. ഇവിടെ വേറെ ഒരു ലോഗോ കേട്ടോ. നോക്ക്, റെഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള അത് പ്ലാന് കുറേ. ഇവിടെ ഫുള്ള് ചെടികളാട്ടോ. എന്ത് രസാലെ ഇങ്ങനെ. അഗ്ലോണിമ, എനിക്കായിട്ട് പേരൊന്നും അറിയില്ല. പക്ഷെ എന്ത് രസാ നോക്ക്. കണ്ടാ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം കാണുമ്പോ. ശരിക്കും ഓർക്കിഡും കൂടി നടായിരുന്നു ഇവിടെ നിറച്ച്. ആ ഇതിന്റെ പേരെന്താ ഞാൻ മറന്നു. ഇതോ ആന്തൂറി അല്ലേ. ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ദേ ഇവിടെ വയലറ്റ് കളറ് ഓർക്കിഡ് ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇത് വേറെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് റോസ്, വൈറ്റ് റോസ്, അങ്ങനെ ഓരോ സംഭവങ്ങള്. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഏട്ടൻ ഓർമ്മ വന്നു. ഏട്ടനാണെങ്കിൽ പറയും ഓ ഈ വക മീൻസ് രാഹുൽ ഏട്ടനാണെങ്കിൽ ഇത് കണ്ടാ പറയും ഓ ഇതിന് മേലെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ എന്തുട്ടാ പറയാ പോമഗ്രാനൈറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് നോക്കുക കാണും കേട്ടോ. ആൾക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളല്ല, അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിക്കണം കാണാം കേട്ടോ. അപ്പൊ ഇതേ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട്. ഓ ഇവിടെ ഒരാള് വന്നു. പിലോപ്പി പൊണ്ണു, പിലോപ്പി പൊണ്ണു. നമ്മുടെ വീട്ടിലാണെങ്കിൽ 2 പിള്ളേരുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ റീഡിംഗ് റൂമാണ്. സേവ് ഇതിന്റെ ഉള്ളിൽ കുറെ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവള്. അപ്പൊ നമുക്ക് റൂമിലേക്ക് കടന്നാലോ? എന്റെ അമ്മോ, ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇവിടെ വന്നിട്ട് കയറണേ. കൊറേ ഈ പെയിന്റിങ്സ് ഒക്കെ കേട്ടോ. സേതുലക്ഷ്മി സേതു കണ്ട ഞങ്ങൾ പറയാ. ഇത് കണ്ടോ, ഇതൊന്നും ഇതാണ് വെച്ചല്ല. ആ ഈജിപ്ഷ്യന്റെ കണ്ടോ ബുദ്ധ. നോക്ക് എത്ര ബുക്സ് അവിടെ, കൊറേ ബുക്സ് ഉണ്ട് കേട്ടോ. നോക്കിയത് ഞാൻ കേട്ടോ. അപ്പൊ ഞാൻ റൂമൊന്നും കൂടി കണ്ടിട്ട് എന്ത് രസാലേ. നമുക്ക് ഇവിടെ ഇരുന്ന് ശരിക്കും വായിക്കാൻ തോന്നും കേട്ടോ, ഈ അറേഞ്ച് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ നോക്ക്, ഇവിടെ ആൾക്ക് ഇങ്ങനെ ഇരിക്കാനും കുറച്ച് ഷെൽഫ് കാര്യങ്ങളും, ഇവിടെ പഠിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. കണ്ടോ, പിന്നെ നോക്കോ, ഇതാണ് സേതു. ഇതാട്ടോ സേതു. സേതുവിന് അനിയത്തി സായിട്ടോ. സേതും സായിയാണ്. പിന്നെ ഇവിടെ നമുക്ക് കോയിൻസ് ഒക്കെ കണ്ടോ, കട്ടില് കിണിച്ചേച്ചൊക്കെ കേട്ടോ. ഈ കോയിൻസ് നോക്ക്, കണ്ടില്ലേ ഇവിടെ 1,00,000 ഒക്കെ കോയിൻസ് ഉണ്ട് കേട്ടോ. 1000 1,00,000 ഇല്ല, 1000 ഒക്കെ ഉണ്ട് കേട്ടോ. വിനീഷേട്ട നമുക്ക് അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പോട്ടെ. ചക്ക വറുത്തോണ്ടിക്കാട്ടോ, കോഴി ഇട്ടുകൊണ്ടിരിക്കാണ്ട്. പിന്നെ ചക്കോണ്ട് ഒരു വെറൈറ്റി ഐറ്റം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കി കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള ചുവന്ന ചുണ്ടുള്ള പേരക്കാട്ടോ. പൊണ്ണുബാബി ഇത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ പൊണ്ണുബാബിയും വെള്ളമ്മയും കൂടിയിട്ട്. അപ്പൊ ഇതേ ചുമന്ന ചുണ്ടുള്ള പേരക്ക നല്ല രസമുണ്ടോ. പൊണ്ണുവാണെങ്കിൽ ഇത് കിട്ടിയപ്പോ ഇത് മാത്രം മതി കേട്ടോ അതിന്. പൊണ്ണു എൻജോയ് ചെയ്ത് കഴിച്ചോണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പൊണ്ണുവിന് എല്ലായിടത്തും ഭയങ്കര ഇഷ്ടായിട്ടോ. അങ്ങനെ ചൂടെടുക്കണോടത്ത് കുടിക്കുമ്പോ എന്ത് സമാധാനം എന്നോ. അപ്പൊ ഇതേ പൊന്നിനുള്ള വണ്ടിയൊക്കെ കിട്ടിട്ടോ ഓടിക്കാൻ. പിന്നെ അതുമേലെ ഇരുന്നിട്ടായിരിക്കും പൊണ്ണുബാബി. അച്ഛനപ്പൊ ചക്കയും ചിക്കനും കൂട്ടിട്ടാട്ടോ കഴിക്കണേ. ടേസ്റ്റ് ഉണ്ടോ അച്ഛാ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതേ ചക്കയും ചിക്കനും കൂട്ടി കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവൊക്കെ ആയിട്ട്. ഇവിടെ അച്ഛന് ഫുഡ് കൊടുത്തോണ്ടിരിക്കാട്ടോ പൊണ്ണുബാബി.
ഇതാണ് ഇവിടെ പൊണ്ണുപാവിയുടെ പരിപാടി കേട്ടോ. ഇട്ടാ പൊണ്ണുപാവി പോസ് ചെയ്ത് നിക്കാ പൊണ്ണു കഴിച്ചോ. ഇതെന്നിട്ട് മൺകോട്ടത് പച്ചക്ക് കടിച്ച് തിന്നാൻ പറ്റില്ല അല്ലേ? ഉണക്കിട്ട് ഇത് കിളിക്കാൻ പറ്റാണോ അല്ലേ? അതിന്റെ ചെടി കേട്ടോ അത് ഇത് കഴിച്ചിട്ട് കുറവുണ്ടോ? അപ്പൊ ഇത്ര ഉള്ളോട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ. ഇപ്പൊ പൊണ്ണുബാബി ആണെങ്കിൽ നല്ല ഉഴുന്നുവട കഴിച്ചുകൊണ്ടിരിക്കാറുണ്ട്, നല്ല ചൂടായിട്ടുള്ള ഉഴുന്നുവട. അപ്പൊ നമ്മള് പുതിയ വീഡിയോസായി പൊണ്ണുബാബി ഞങ്ങൾ എല്ലാവരും വരുന്നതായിരിക്കും കേട്ടോ.